വി ലവ് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയിലെ മഹാനടനായ മോഹൻലാലിന്റെ ചിത്രങ്ങൾ തുടരെ പരാജയപ്പെട്ടപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിച്ചു. അപ്പോഴും വി ലവ് സിനിമയിലൂടെ ഞങ്ങൾ പറഞ്ഞു, തുടർച്ചയായ 50 ചിത്രങ്ങൾ പരാജയപ്പെട്ടാലും ആ നടന്റെ മാർക്കറ്റിനോ താരാരാധനയ്ക്കോ ഒരു കുറവും ഉണ്ടാകില്ലെന്ന്. അതെ, മലയാള സിനിമയുടെ ഒരു വൻ മതിലാണ് മോഹൻലാൽ, മലയാള സിനിമയിലെ താരരാജാവ്. ഇതിവിടെ പറയാൻ കാരണം, തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും നേര് എന്ന ഒരൊറ്റ സൂപ്പർ ഹിറ്റ് ചിത്രം കൊണ്ട് തന്നെ ജനലക്ഷങ്ങളെ തിയേറ്ററുകളിലേക്ക് എത്തിപ്പിക്കാനും അതിലൂടെ തൻ്റെ മാർക്കറ്റ് വാല്യൂവും താരാധിപത്യത്തിനും 10 മടങ്ങ് വർധനവുണ്ടാക്കാനും ഈ നടന് സാധിച്ചു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ നടൻ മലയാള സിനിമയിലെ താരരാജാവ് എന്ന പേരിന് അർഹനായത്. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് I lost that touch. I am not confident anymore. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നിരന്തരമായി ഒരുപാട് ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി മലയാള സിനിമയുടെ താരരാജാവ് അല്ലേ എന്ന്. അല്ല, ഒരിക്കലുമല്ല. മലയാള സിനിമയുടെ താരചക്രവർത്തിയാണ് മമ്മൂട്ടി. ഇതിവിടെ പറയാൻ കാരണം, എല്ലാവരും വാതോരാതെ സംസാരിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും നിത്യ യൗവനം കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ചും ഒക്കെ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 35-40 വയസ്സ് പ്രായമുള്ള ഒരാളുടെ മാതാപിതാക്കളുടെ പ്രായം 65-75 വയസ്സിനിടയിലായിരിക്കും. ഈ പ്രായത്തിൽ അവർ പറയുന്നത് അവർക്ക് കഴിക്കാനുള്ള മരുന്നുകളുടെയും അവരുടെ ശാരീരിക അസ്വസ്ഥതകളെയും കുറിച്ചായിരിക്കും. ഇതേ പ്രായത്തിലൂടെ തന്നെയാണ് മമ്മൂട്ടി എന്ന മഹാനടൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ആ പ്രായത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തിനുമുണ്ടാകും. പക്ഷേ അതിലൊന്നും അദ്ദേഹം ചെവി കൊടുക്കാതെ അദ്ദേഹം ചിന്തിക്കുന്നത് അടുത്ത സിനിമയെക്കുറിച്ച്, അതിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യം എങ്ങനെ സൂക്ഷിക്കണം, ഏത് ആഹാരം ത്യജിക്കണം, അതിലൂടെ കഥാപാത്രത്തിന് പൂർണ്ണത നൽകണം എന്ന ഒരൊറ്റ ചിന്തയിലൂടെ മാത്രമാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഈ മഹാനടനിലൂടെ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ ലഭിക്കുന്നത്. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പ്രവൃത്തിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മമ്മൂട്ടി അടുത്തറിയുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഭക്ഷണം ഉൾപ്പെടെ ഇഷ്ടമുള്ളതെന്തും ത്യജിച്ച് കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കായി അദ്ദേഹം നൽകുന്ന ആ ഒരു പ്രയത്നം, അതാണ് അദ്ദേഹത്തിലൂടെ മികച്ച കഥാപാത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഈ 73-ാം വയസ്സിലും കണ്ണൂർ സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ ഓടി നടന്ന് അഭിനയിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ വിജയത്തിന്റെ പൂർണ്ണതയും അദ്ദേഹത്തിന്റെ ഈ പ്രയത്നം ഒന്ന് മാത്രമാണ്. അതാണ് ഈ നടനെ മലയാള സിനിമയിലെ താരചക്രവർത്തി എന്ന് സിനിമാ നിരൂപകരും സിനിമാ പ്രവർത്തകരും വിളിക്കുന്നത്. സൂപ്പർ ഹിറ്റ് സംവിധായകൻ ജിത്തു ജോസഫ് ആയാലും ഒരു പുതുമുഖ സംവിധായകനായാലും പുതിയൊരു കഥയുമായി മമ്മൂട്ടിയുടെ ഡേറ്റിനായി സമീപിക്കുമ്പോൾ അദ്ദേഹം ഡേറ്റ് സംവിധായകന് നൽകുന്നത് സംവിധായകന്റെ മൂല്യം നോക്കിയല്ല, അദ്ദേഹത്തിന്റെ വേഷത്തിന്റെ വ്യത്യസ്തത കൊണ്ടാണ്. അങ്ങനെ ഡേറ്റ് കൊടുക്കുന്ന ഇന്ത്യൻ സിനിമയിലെ ഒരേ ഒരു നടനായിരിക്കും ഭരത് മമ്മൂട്ടി. അത്തരത്തിൽ 2024 ഭ്രമയുഗം ഉൾപ്പെടെ ഒരുപാട് ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആ ചിത്രങ്ങളുമായി അദ്ദേഹം നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കും. താരരാജാവിൻ്റെയും താരചക്രവർത്തിയുടെയും കഥകൾ ഇവിടെ അവസാനിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഞങ്ങൾക്ക് അയച്ചു തരിക. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.